എന്ത് പറ്റി? എന്താണ് കാര്യം പറ. അച്ഛന്റെ കോളേജ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം? നീ പറയാതെ കാര്യം എന്താണെന്ന് തെളിയിച്ച് പറ. എന്നെ അവൻ ചീത്തപ്പേരൊക്കെ വിളിച്ച് പറഞ്ഞു വെച്ചോ. അവൻ തന്നെ രവി. എന്ത് വിളിച്ചു? അവൻ എന്താ വിളിച്ചത്? പറയൂ അനു. എന്നെ ഇത് പുതിയൊരു കൊപ്രയാണല്ലോ. ഓ, കോഴിക്കോട് കൊപ്രയായിരിക്കും. എവിടെയെങ്കിലും കിടക്കുന്ന ഒരുത്തൻ കൊപ്രാന്ന് വിളിച്ചെന്ന് വെച്ച് എന്റെ മുഖത്ത് നോക്കി നിനക്ക് കൊപ്രാന്ന് വിളിക്കാവൂടാ? അത് മാത്രമല്ല, അവൻ ക്ലാസ് മുറിയിൽ കൊപ്ര കൊണ്ടുവന്ന് എന്നെ അവമാനിക്കുകയും ചെയ്തു. അതിരിക്കട്ടെ, രവി ക്ലാസ് മുറിയിൽ കൊപ്ര കൊണ്ടുവന്നു വെച്ച് അനുവിനെന്താ അതിൽ ഇത്ര വലിയ അപമാനം? നമ്മൾ അഭിമാനിക്കല്ലേ വേണ്ടത്. കാരണം കൊപ്ര കൊണ്ടല്ലേ വല്യച്ഛന് വലിയ മനുഷ്യൻ. എടാ, ഒരുത്തൻ കൊപ്ര കൊണ്ട് നന്നായെന്ന് വെച്ച് അവൻ നടക്കുന്നിടത്തെല്ലാം കൊപ്രയും കെട്ടിക്കൊണ്ട് നടക്കണം. അതിന്റെ ആവശ്യമില്ല. കോളേജിൽ നിന്ന് വരുന്ന വഴിക്ക് അവൻ എന്നെ മാനഭംഗപ്പെടുത്താനും ശ്രമിച്ചു. അത്രയ്ക്ക് ധിക്കാരം അവന്. അവന് ശരിക്കും ഒരു പാഠം പഠിപ്പിക്കണം അച്ഛാ. അവന്റെ പാഠം പഠിക്കൽ ഞാൻ ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കും. എടാ കുഞ്ഞിനെ, ഇന്ന് സ്റ്റേഷനിൽ പോയിരിക്കും. വേണ്ട, നിന്നെ ഒന്നും അത്യാവശ്യത്തിന് കിട്ടൂല. വേണ്ടടാ, ഞാൻ തന്നെ മതിയൊന്ന് നോക്കട്ടെ. വെളിച്ച പോലീസ് സ്റ്റേഷനിലേക്കാണെങ്കിലേ സർക്കാർ വന്നിട്ട് പറയാം, പോലീസ് ഇവിടെ തന്നെ ഉണ്ടല്ലോ, നീ ഒന്ന് പോടാ. ആവശ്യമുണ്ട് അമ്മേ. കോളേജാണ് പോലും, ബെല്ലടിച്ചിട്ട് ഒരുത്തൻ എടുക്കാനില്ല. ആരാടാ? പ്യൂണോ? വിളിയടാ പ്രിൻസിപ്പാൾ. പ്രിൻസിപ്പാളാണ് സംസാരിക്കുന്നത്. എടോ, താൻ പ്രിൻസിപ്പാളാണെന്ന് പറഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യാടോ? നിങ്ങളാരാ? മനസ്സിലായില്ല അല്ലേ? ഇപ്പോ മനസ്സിലായി. എടോ, തന്നെ ഞാൻ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിടും, പറഞ്ഞേക്കാം. അവിടെ പഠിക്കുന്ന കുട്ടികളെ മര്യാദ പഠിപ്പിക്കേണ്ടത് താനോ ഞാനോ? എന്ത് സംഭവിച്ചു? എന്റെ മകളെ കോളേജിൽ പഠിക്കുന്ന ഒരു തെണ്ടി ചെറുക്കൻ അപമാനിച്ചു വിട്ടത് താൻ അറിഞ്ഞില്ല അല്ലേ? ആരും പറഞ്ഞില്ലല്ലോ. എന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്നു, അനുവിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന രവി എന്ന തെണ്ടി പയ്യൻ എന്റെ മോളെ അവമാനിച്ചിരിക്കുന്നു. അവനെ കോളേജിൽ നിന്നും ഉടൻ ഡിസ്മിസ് ചെയ്യണം. നമുക്കൊന്ന് ആലോചിച്ചിട്ട് ഡിസ്മിസ് ചെയ്യാ. എന്താ ഡിസ്മിസ് ചെയ്താൽ? എടാ, എന്താണോ ഡിസ്മിസ് ചെയ്താൽ? എന്താ ഡിസ്മിസ് ചെയ്താൽ? നമുക്ക് ഡിസ്മിസ് ചെയ്യാം. ആ, ഡിസ്മിസ്. എന്റെ മോളിനി കരയണ്ട. മോള് ധൈര്യമായിട്ട് കോളേജിൽ പോകും. ഇനി അവന്റെ പൊടി പോലും ആ കോളേജിന്റെ പരിസരത്ത് കാണും. അച്ഛാ, അച്ഛാ, കണ്ടോ അച്ഛാ അവന്റെ അധികപ്രസംഗം? നമ്മുടെ ബംഗാളിൽ കയറിയെന്ന് സമരം ചെയ്യുന്നു. തമ്മാടികള് പോലീസിനെ വിളിച്ച് എല്ലാത്തിനും അടിച്ചോടിക്കുന്നുണ്ടോ? നീ എന്താടാ ഇടിവെട്ടേറ്റത് പോലെ നോക്കി നിൽക്കുന്നത്? വിളിക്കടാ കുഞ്ഞുണ്ണി, എവിടെയാ? സർക്കുലേറ്റൻ, 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 സർക്കുലേറ്റൻ. എന്താടാ ഇത്? കോടതിയാണ്. അത്യാവശ്യത്തിന് വിളിച്ചാ ആ ദ്രോഹിയെ കാണൂല. അത് കഴിയുമ്പോ വരും. വിളിച്ചോ? അച്ഛാ, പോലീസിനെ വിളിക്കാൻ പോയതായിരിക്കും. പിന്നല്ലേ അവനും അവന്റെ ഒരു പോലീസും. സർക്കുലേറ്റൻ പോലീസിനെ കൊണ്ട് വരുമ്പോഴേക്ക് പിള്ളേര് ഗ്ലാസ് മുഴുവൻ എറിഞ്ഞുടയ്ക്കും. അവര് പാടിയത് കേട്ടില്ലേ? തീയിൽ മുളച്ച പിള്ളേരാണ്. എടാ, അവരെവിടെ മുളച്ചാൽ എനിക്കെന്താ? വല്യച്ഛനല്ല ഞാൻ പറഞ്ഞത്, പോലീസിനെയാ. ഈ പള്ളിക്കൂടം പിള്ളേർക്ക് പോലീസിന് പറഞ്ഞ കണ്ണെടുത്ത് കണ്ടൂടാ. വല്യച്ഛനൊരു കാര്യം ചെയ്യും, നേരെ അങ്ങോട്ട് പോയി ആ പിള്ളേരോട് ഗേറ്റിന് വെളിയിൽ പോകാൻ പറ. അച്ഛൻ പറയണം. അച്ഛനെ കണ്ട അവര് പേടിച്ചോടി വെച്ചാ. മാപ്പ് ചോദിക്കുക. പള്ളിച്ചിന് നിവർത്തി എങ്കിൽ അവരെ അടിച്ചോടിച്ചിട്ട് ബാക്കി നടക്കാം. നടക്കാൻ
ഞങ്ങളുടെ രവിയെ തൊട്ട് കളിച്ച അലക്കളി തിക്കളി ഗോപാല. വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ച അലക്കളി തിക്കളി ഗോപാല. വല്യച്ഛനെ കണ്ടോടുകൂടി പിള്ളേരൊക്കെ ഒന്ന് വരണ്ടല്ലോ അത് മതി. ഇനി കൂടുതൽ വരണം. നീ ഒരു കാര്യം ചെയ്യും, മര്യാദയ്ക്ക് പിരിഞ്ഞു പോകുന്നതാണ് നല്ലത്. നിന്റെ കോടതി ഭാഷയെ കൂടി അതിപ്പോ ഞാൻ പോണ വല്യച്ഛ. പോണം, നീ പോ. അല്ല അതിപ്പോ ഞാൻ പോണ്ട ആവശ്യമില്ല. പറ ധൈര്യമായിട്ട്. ഞാൻ പോണ്ട എന്നെ പോലെ ധൈര്യമായിട്ട് പോയി. ഞാൻ വെറുതെ വന്നതാ. ഞാൻ ഈ സമരമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അയാളെ വിളിക്കൂ. അതെ വലിയച്ഛനല്ലേ? അയാളെ വിളിക്കൂ. ഞാൻ വിളിക്കാം. മര്യാദയ്ക്ക് പോലീസ് വരുന്നതിന് മുമ്പേ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. വിജയം വരെ സമയം ചെയ്യും. തിരിച്ചെടുക്കണം. തിരിച്ചെടുക്കൂല. എടാ ഗോപി, ഉണ്ണി, യുവരാജ്, എന്നെ രക്ഷിക്കാൻ ആരുമില്ലടാ. എടാ ഗോപി, നീ പോയിട്ട് ആ പ്രിൻസിപ്പളോട് വേഗം ഒന്ന് വരാൻ പറ. നിങ്ങൾ ഇത്രയും ബന്ധുക്കൾക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ചു തന്നിട്ടും എന്ത് പ്രയോജനം? വെറും ചുണ്ടങ്ങ പോലുള്ള ഒരു പയ്യൻ എന്നെ അപമാനിച്ചു കളഞ്ഞില്ലേ? വല്യച്ഛനെ മാത്രമാണോ മുത്തങ്ങ കുടിക്കാനും മുഴുവനും വെള്ളം കുടിപ്പിച്ചു കളഞ്ഞില്ലേ? അല്ല വെള്ളം കോളേജിൽ പഠിക്കുന്ന പിള്ളേരുടെ വഴക്കൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് കളഞ്ഞാൽ മതിയായിരുന്നു. നീ മിണ്ടരുത്. നീയാണെല്ലാം വിട്ടുപോയവൻ. കടന്നൽ കൂട്ടത്തിനോടും കോളേജ് പിള്ളേരോടും കളിക്കാൻ പോകരുന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. എന്തോ എന്താ പറഞ്ഞത്? സ്വന്തം മക്കളെ അവമാനിച്ചു എന്നറിഞ്ഞിട്ട് അച്ഛൻ മിണ്ടായിരിക്കാനോ? അച്ഛ, ഇവരൊക്കെ വേഷം കെട്ടിയ ആണുങ്ങളാണ്. അച്ഛനെ അവമാനിച്ച അവനോട് ഞാൻ പകരം ചോദിക്കും. അല്ല, സംഗതി കൂടുതൽ വഷളാക്കണ്ട, ഞാൻ പറഞ്ഞേക്കാം. സർക്കുലേറ്ററിനോട് ഉപദേശമൊന്നും ചോദിച്ചില്ല. അല്ല അനു എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ ഇപ്പൊ പറയുന്നില്ല, ചെയ്ത് കാണിച്ചു തരാം. അല്ല അത് വേണോ? അനു അവനോട് പകരം ചോദിക്കാൻ പോണോ? എന്താണോ ചോദിച്ചാൽ? ഒന്നുമില്ല. ഞാൻ അവര് ചോദിച്ചാൽ എന്താണ്? ആ ചോദിക്കുന്ന വിളിച്ച് അതിന് ഞാൻ പറഞ്ഞോണ്ട് വരുന്നത്. എടാ, എന്റെ മോള് അനുവിനുള്ളതിന്റെ പകുതിയെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ചൊണയുണ്ടോടാ? അനു പോയി ചോദിക്കും. വല്യച്ഛന്റെ ആ ചൊണി, ആ ധൈര്യം ഈ തറവാട്ട് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അനുമോക്കാം. താലി പകർപ്പല്ലേ? അപ്പോ രവിയെ അടിച്ചിടിച്ച് എല്ലൊടിച്ച് ശരിപ്പെടുത്തണം അല്ലേ? ഓൾറൈറ്റ്. എന്നൊടിക്കണ്ട, പല്ലടിച്ചു കുഴിച്ചാ മതി. അതോടെ അവന്റെ അഹങ്കാരം അവസാനിക്കണം. പല്ല് കൊഞ്ഞ അതോടെ തീർന്നില്ലേ അഹങ്കാരം? പിന്നെ ഇങ്ങനെ വരും കോളേജ്. അല്ലെങ്കിൽ അവനെ തട്ടിക്കളഞ്ഞാൽ എന്താ? അയ്യോ അത് വേണ്ട, പിന്നെ പോലീസും കേസും കോടതിയും ഒക്കെ ആവും. എങ്കിൽ ശരി. ആളും ബഹളമൊന്നുമില്ലാത്ത സ്ഥലത്ത് തനിയെ അവൻ എത്തിക്കുന്ന കാര്യം ആരേൽക്കും? അക്കാര്യം ഞാൻ ഏറ്റു. എപ്പോ എത്തിക്കണമെന്ന് പറഞ്ഞാൽ മതി. എന്തെങ്കിലും സൂത്രം പ്രയോഗിച്ച് ഞാൻ അവിടെ എത്തിച്ചോളാം. എന്നാ പിന്നെ പ്രോഗ്രാം നാളെ 4 മണിക്ക്. എന്താ പോരെ? ഓക്കേ. ഞാൻ അല്പകലം മാറി നിൽക്കാം. ഇടി തുടങ്ങിയാൽ ഒന്നും അറിയാത്ത പോലെ ഞാൻ വരാം കാണാൻ.
Okay? Okay. Okay? Okay. Okay. Good. Why didn't you join us? Oh, no, I don't take drinks. You carry on. Bye. Bye. അവനെ ഇനി കാണുന്നില്ലല്ലോ. പറഞ്ഞതുപോലെ എത്ര നേരമായി കാത്തിരിക്കുന്നു. ആശാനെന്താ ആലോചിക്കുന്നത്? ദിസ് ഇസ് എ ചാൻസ്. ഇത് നല്ലൊരു ചാൻസാണ്. എന്ത് ഫൂൾ. ഏകാന്തമായൊരു സ്ഥലത്ത് സുന്ദരിയായ ഒരു പെൺകുട്ടിയും നമ്മൾ 4 പേരും തനിച്ച്. എന്തും സംഭവിക്കാം. ഹായ്, ഡോണ്ട് മിസ് ദിസ് ചാൻസ്. നിങ്ങൾ ഇവിടെ ഇരിക്കണം. ആദ്യം ഞാനൊന്ന് അടുത്ത് നോക്കട്ടെ. എന്താ? ഇനി അവൻ വരുമെന്ന് തോന്നുന്നില്ല. Let's wait. What the hell is this? Nothing. I like to. Lemmy! Listen. You get lost! Rascal! You Oh!
പാവപ്പെട്ടവന്റെ കുപ്പായാണെങ്കിലും മാനം മറയ്ക്കാൻ ഉപയോഗിക്കാം. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു അല്ലേ? കരയുന്നോ? പണം കൊണ്ട് എല്ലാം നേടിക്കാൻ വരുന്നത് അടക്കം, ഒതുക്കം, സ്നേഹം, സഹാനുഭൂതി, അങ്ങനെ ചില ഗുണങ്ങൾ കൂടി ഈശ്വരൻ മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. നിർഭാഗ്യവശാൽ നിങ്ങളിൽ അതൊന്നും ഇല്ലാതെ പോയി. നോക്കി നിൽക്കാതെ വീട്ടിൽ പോണം. Are you angry with me? Do you expect me to be friendly with you? If you don't mind. Get lost.